നമസ്കാരം. അപ്പോൾ 17 ജൂൺ 2005 ഇറങ്ങിയ അന്യൻ എന്ന് പറയുന്ന വിക്രമിന്റെ ഗംഭീര ചിത്രം. തീർച്ചയായിട്ടും ഒത്തിരി നല്ല നല്ല പഴയ സിനിമകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു. ഈ ഒരു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശങ്കറും സുജാത രംഗരാജനും കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഹാരിസ് ജയരാജാണ്. തീർച്ചയായിട്ടും നല്ല നല്ല ഹിറ്റുകൾ, വമ്പൻ ഹിറ്റുകളായിരുന്നു അതിൽ ഓരോ സോങ്സും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ വിക്രം കാഴ്ചവെച്ചിരിക്കുന്നത് 3 കഥാപാത്രങ്ങളെയാണ്: അന്യൻ, റെമോ, അമ്പി. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തങ്ങളായുള്ള 3 കഥാപാത്രങ്ങളെ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയ ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വിക്രം സദാ, വിവേക്, പ്രകാശ് രാജ്. ശരിക്കും പ്രകാശ് രാജിന്റെ ഒരു അസാധ്യ അഭിനയ മികവാണ് ഈ ഒരു ചിത്രത്തിൽ ഓപ്പൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞെട്ടലുകൾ ഉണ്ടാക്കിയ ഓരോ സീക്വൻസും നമ്മൾ കണ്ട് രസിച്ച ഒരു ചിത്രമാണ് ഈ പറയുന്ന അന്യൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം. ശരിക്കും ശങ്കർ ചിത്രങ്ങളിൽ വരുന്നത് പോലെ തന്നെ തെറ്റായ ഒത്തിരി പ്രവൃത്തികളെയും അതോടൊപ്പം തന്നെ ഒത്തിരി അഴിമതികളെയും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിനകത്ത് അന്യൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്ന് എന്ന് പറയാം. ഇപ്പോഴും വമ്പൻ ഹിറ്റ് തന്നെയാണ് അന്യൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം. തീർച്ചയായിട്ടും അതിൽ ഒത്തിരി നല്ല നല്ല പാട്ടുകളുടെ മ്യൂസിക് വേറെ ലെവൽ തന്നെയാണ്. കാരണം ഹാരിസ് ജയരാജാണ് അതിനകത്ത് സംഗീതം നൽകിയിരിക്കുന്നത്. പൂർവ്വം ചില വ്യക്തികളിൽ മാത്രം കാണുന്ന ദ്വന്ദ്വ്യക്തിത്വം, അപരവ്യക്തിത്വം, അതാണ് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്. അതായത് ഒരു വ്യക്തി തന്നെ 3 ആളുകളുടെ സ്വഭാവ രീതി പല പല ടൈമുകളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ആ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ പ്രകാശ് രാജും വിക്രമും അവരുടെ ഓരോ സീൻസും നമ്മുടെ മനസ്സിൽ നിന്ന് ഒട്ടും തന്നെ മാഞ്ഞു പോവാത്ത രീതിയിലാണ് ആ ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലെ ഒരു പ്രധാന സംഘടന രംഗം നമ്മൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു പോവാത്ത രീതിയിലുള്ള ഒരു സംഘടന രംഗമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, പ്രകാശ് രാജ് വിക്രമിനെ ആ ഒരു കഥാപാത്രത്തെ ഈ പറയുന്ന അമ്പിയെ പിടിച്ച് കഴിയുമ്പോൾ സെക്കൻഡുകൾക്ക് തന്നെയാണ് ഈ അമ്പി മാറിയിട്ട് റെമോ ആവുന്നു, റെമോ മാറിയിട്ട് അന്യനാവുന്നു. തീർച്ചയായിട്ടും ആ ഒരു സീൻസും ഒട്ടും തന്നെ മറക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ മികവ് തെളിയിച്ചിരിക്കുന്നത്. എല്ലാ ശങ്കർ സിനിമകളിലെ പോലെ തന്നെ നെടുപിടി വേണു സാറിനും അതോടൊപ്പം തന്നെ കൊച്ചിൻ ഹനീഫക്കും, അതായത് മലയാളി ആക്ടേഴ്സിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുള്ള ഒരു ചിത്രം കൂടിയാണ് ഈ അന്യൻ എന്ന് പറയുന്ന ശങ്കറിന്റെ ഈ ഒരു മാജിക് ഫിലിം. ശരിക്കും തിയേറ്ററുകളിൽ രോമാഞ്ചം വർദ്ധിച്ചൊരു റൊമാൻറ്റിഫിക്കേഷൻ ചിത്രമാണ് ഈ പറയുന്ന അന്യൻ എന്ന് പറയുന്ന ശങ്കർ മാജിക് ഫിലിം. തീർച്ചയായിട്ടും ഹാരിസ് ജയറാജിന്റെ വമ്പൻ സംഗീതം, ഒരു പാട്ട് പോലും മറന്നു പോവാത്ത രീതിയിലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹാരിസ് ജയരാജ്. തീർച്ചയായിട്ടും AR റഹ്മാന്റെ ആ ഒരു തലത്തിൽ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മറന്നു പോവാത്ത രീതിയിലാണ് ആ ഒരു ലെങ്ത്തിൽ തന്നെ അതിലെ ഓരോ പാട്ടുകൾക്ക് മ്യൂസിക് ഹാരിസ് ജയരാജ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ വിക്രമായാലും സദയായാലും വിവേകായാലും പ്രകാശ് രാജായാലും കൊച്ചിൻ ഹനീഫയായാലും നെടുപിടി വേണു സാറായാലും തീർച്ചയായിട്ടും വളരെ ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാറിന് അതിഗംഭീരമായ ഡയറക്ഷൻ, മേക്കിംഗ്, അതോടൊപ്പം തന്നെ ഓരോ സീക്വൻസുകളും വേറെ തലത്തിലുള്ള ഓരോ ഷോട്ടുകളാണ്. തീർച്ചയായിട്ടും അതിലൊരു സംഘടന രംഗങ്ങളും മാസാണ്. അപ്പൊ നമ്മൾ മലയാളികൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലൂടെ ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം മാത്രം നമുക്ക് കേട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം റിലീസായതിനു ശേഷം, ഈ ഒരു ചിത്രം ഹൃദയത്തിൽ കയറ്റിയതിനു ശേഷമാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്ക് നമ്മുടെ ഹൃദയത്തിലും കാതിലും കേട്ടു തുടങ്ങിയത്. തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ റെമോ, അമ്പി, അന്യൻ, ഇവർ 3 പേരുടെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയാറുണ്ട്. അന്യൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ ഗംഭീര ട്വിസ്റ്റുകളാണ് ഈ പറയുന്ന ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ സംവിധായകൻ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതേപോലെ ഹാരിസ് ജയറാജിന്റെ വേറെ തലത്തിലുള്ള ഒരു സംഗീതവുമായപ്പോൾ ആ ഒരു ചിത്രം വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു. തിയേറ്ററിൽ പുളകം കൊള്ളിച്ചൊരു ചിത്രം തന്നെയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തിയേറ്ററിൽ റിലീസായ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടപ്പോഴാണ് വീണ്ടും അന്യൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം ഒരു തവണ കൂടി കണ്ടത്. അപ്പോൾ വീണ്ടും ആ ഒരു ശങ്കറിന്റെ മാജിക് നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി. തീർച്ചയായിട്ടും ഇന്ത്യൻ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഗംഭീര ചിത്രമായ അന്യനെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ് ഇടാണെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഐ ആം വെയിറ്റിംഗ്.